ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞതാണ്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ഹെഡ്ലൈറ്റ് ചെക്കപ്പ്, ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ്, ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നോക്കുമ്പോൾ കമ്പനി ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ അടക്കണം. തന്നെയല്ല നമുക്കത് അഡ്ജസ്റ്റിങ് ഏകദേശം പകുതിയിൽ കൂടുതൽ കഴിഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈനർ എടുത്ത് മാറ്റിക്കളയാനാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഈ ലൈനർ കിടന്ന് ഓടുന്തോറും നമ്മുടെ വണ്ടിയുടെ വീലിൻ്റെ ഹബ്ബ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഈ സാധനം മാറ്റിയിട്ട് വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലിട്ട് തീർക്കാം. അത്ര നല്ലതൊന്നുമല്ല, ഫ്രണ്ടിലേക്കും അത്ര നല്ലതല്ല. പക്ഷേ ഈ ബാക്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണമാണ് ബെറ്റർ. കാരണം ഈ ഹബ്ബിനകത്ത് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹബ്ബ് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ശരിക്കും നമുക്ക് കമ്പനി ഐറ്റം മാത്രമാണ് ബ്രേക്ക് ലൈനർ ഐറ്റംസൊക്കെ ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ സജഷൻ പറഞ്ഞു എന്നുള്ളൂ. ലൈനർ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം, എന്നാലാണ് ബ്രേക്കിൻ്റെ കേസ് കറക്റ്റ് ആവുള്ളൂ. ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ കിടക്കണേ. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ടാകുന്ന അഴിച്ച് ഗ്രീസ് ചെയ്ത് തരാം. ബാക്ക് വീലിൻ്റെ ബെയറിങ്, അതായത് ഗിയർ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്തു. വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കമ്പനി ഫിൽറ്ററൊക്കെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. പക്ഷേ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്താൽ മതി. കാരണം നമുക്ക് മാറ്റാനുള്ള ടൈം ആയിട്ടില്ല. ജസ്റ്റ് നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ അത് കൂടാണ്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഒക്കെ ഓൾറെഡി ഫ്രഷാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കുറച്ച് ആ ബെൽറ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഉരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിനകത്തുണ്ട്, അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഓരോ ലെഗിൻ്റെ ഉള്ളിൽ പൊട്ട് വീണിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപയോഗം നോക്കിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് കൈയോടെ മാറ്റിക്കളയണമായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല. അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ 4 മാസമാണ്. 4 മാസം ഓടും എന്നൊരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ബെൽറ്റിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ കൈയോടെ മാറ്റണമായിരിക്കും നല്ലത്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, നിലവിൽ നോർമൽ തേമാനൊക്കെ ഉള്ളൂ. ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു, അതും വർക്കിംഗ് ഒക്കെ കംഫർട്ടാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റും കൂടി കൂട്ടത്തിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. ക്ലച്ച് ഷൂൻ്റെ ഭാഗത്തൊക്കെ ഇവിടെ സ്ക്രാച്ചസ് ഒക്കെ വരുത്തി ഡ്രമ്മിൻ്റെ ഉള്ളിലൊക്കെ വരയൊക്കെ വിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും കറക്റ്റ് ടൈമിൽ അയച്ച് വണ്ടി സർവീസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട വർക്ക്. ഇതിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അത് പുറമോട്ട് ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവർ ചെയ്തിടുന്ന പണിയാണത് കേട്ടോ. ഇതിപ്പോൾ പരമാവധി ഉപയോഗിക്കാം. കാരണം വെച്ചാൽ അങ്ങനെ സ്ക്രാച്ച് വരുമ്പോഴത്തേക്കും പിന്നീടും അതൊരു പ്രോബ്ലമായിട്ട് വരും. സാധാരണ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ജർക്കിങ് കൂടുതലായിട്ട് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയ്ത്തിൽ കൊടുത്താൽ ഒന്ന് പോളിഷ് ചെയ്ത് കിട്ടും. അങ്ങനെയാണ് ശരിക്കും നമുക്കത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മളത് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബെൽറ്റിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ ബെൽറ്റും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടണം, എന്നാലാണ് നമ്മൾ എസ്റ്റിമേറ്റിനകത്ത് ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്നാലാണ് അതുകൂടി മാറ്റുള്ളൂ നമ്മൾ കേട്ടോ. പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു. ചോക്കിൻ്റെ കേബിൾ നോക്കുന്ന സമയത്ത് ഇതിവിടെ ഔട്ടറൊക്കെ പൊട്ടിയിരിക്കണം ബാക്ക് സൈഡ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വലിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ടൈറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ചോക്ക് കേബിൾ മാറ്റി കളയാനാണ് ബെറ്റർ. അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിളിന് ഒട്ടും പ്ലേ ഇല്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, പക്ഷേ എനിക്ക് ക്ലിയറായിട്ട് കിട്ടുമെന്ന് തോന്നണില്ല. ആക്സിലേറ്റർ കേബിൾ മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടി റേസ് ആവാനായിട്ട് തുടങ്ങും. അതായത് നമ്മൾ ആക്സിലേറ്റർ കുറച്ചാലും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവണ പോലെ ഒരു പ്രോബ്ലത്തിലേക്ക് വരും. അത് ആക്സിലേറ്റർ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് തന്നെ കേസാണ്. അതേപോലെ തന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമില്ല. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഹെഡ്ലൈറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ബൾബ് പോയേക്കണമാണ്, ഒരു പോയിൻ്റില്ല. അപ്പോൾ അതും കൂടി കൂട്ടത്തിലൂടെ നമ്മൾ മാറ്റുന്നുണ്ട്. ഗ്രീൻ ബുഷും ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ബുഷ് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് കേട്ടോ. കാരണം വളരെ ലൂസായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗ്രീൻ ബുഷൊന്ന് മാറ്റിയിടാം, ലിങ്കിൻ്റെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ടയറൊക്കെ പുതിയ ടയർ കിടക്കണം, അപ്പോളൻ്റെ ടയറാണ്, നല്ല ടയറാണ്. അപ്പോൾ വീൽ ബെയറിങ് കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഗ്രീൻ ബുഷ് മാറ്റി ലിങ്ക് ബുഷ് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് കേട്ടോ. പിന്നെ കോൺസെപ്റ്റിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ അടി വന്നത് മൺകാടിൻ്റെ ഭാഗം ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മുകളിലത്തെ ഭാഗം പൊട്ടിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷെയ്ക്ക് വന്നത്. ഇതാണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ട് ഇത്ര ഷെയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്ത് വെക്കാമെന്നല്ലാണ്ട് ഇതിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവനെ മൺകാട് മാറ്റി വെക്കേണ്ടത്. ഈ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ട് സ്ക്രൂവൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ പൊട്ടിയാണത് മുകളിലത്തെ ഭാഗത്താണ്, ഈ ഭാഗത്താണ് പൊട്ടിയാണ്. അത് കൃത്യമായിട്ട് നമുക്ക് ഈ ഷെയ്ക്ക് അറിയാനായിട്ട് പറ്റും. ഇത് നോക്കുമ്പോൾ കേട്ടോ, ഓൾറെഡി അത് കംപ്ലൈൻ്റ് ആണ്, പൊട്ടിയിരിക്കുകയാണ്. മാറ്റേണ്ട ടൈമാണ് ശരിക്കും. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കണേ.
അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഓൾറെഡി 8.75 വേരിയബിളായിട്ടാണ് നിൽക്കണേ. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഓൾറെഡി മാർട്ടിനേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അതിനകത്ത് എഞ്ചിൻ ഓയിൽ മാറ്റുന്നത് ഉൾപ്പെടുത്തുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ വരുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്ങും വരും. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആക്സിലേറ്റർ കേബിളും ചോക്കിൻ്റെ കേബിളും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഒഴിവാക്കണേ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ വലിയ താമസമില്ലാണ്ട് ആ കംപ്ലയിൻറ്റ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടതുകൊണ്ടാണ് നമ്മൾ പറയണേ, കൈയോടെ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് പോയിട്ടുണ്ട് ഒരു പോയിൻ്റ്, അത് നമ്മൾ മാറ്റിയിടണം. ക്ലച്ചിനകത്ത് ബെൽറ്റ് പൊട്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ മാറ്റണമെങ്കിൽ ഇപ്പോൾ കൈയോടെ മാറ്റാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബെൽറ്റ് ഇടുമ്പോൾ നമുക്ക് അതിന് വേറെ സർവീസ് ചാർജ് ഒന്നും വരില്ല. കൂട്ടത്തിൽ കൂടെ കഴിഞ്ഞ് നോക്കണം, പാർട്സിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. പിന്നീട് നമ്മൾ ബെൽറ്റ് പൊട്ടിയിട്ട് ചെയ്യുമ്പോൾ ഒക്കെ വീണ്ടും നമ്മൾ പണിക്കാശൊക്കെ കൊടുത്ത് വീണ്ടും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഈ രീതിയിൽ കൈയോടെ ചെയ്തു പോകാം. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറിൻ്റെ കേസും നോക്കിയിട്ടൊന്ന് പറയാം. ഇത്ര ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. നമുക്ക് ആ റിപ്ലൈ അനുസരിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പരമാവധി നേരത്തെ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ.